ഹലോ, എല്ലാവർക്കും പതിവുപോലെ നമ്മുടെ സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പുതിയ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് അറിയാൻ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. പ്ലാൻസ് ആവശ്യമുള്ളവർ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് അയച്ചാൽ മതി. നമ്മൾ DTDC വഴിയാണ് പ്ലാൻസ് കൊറിയർ ചെയ്യുന്നത്. സ്പീഡ് പോസ്റ്റ് നിലവിൽ അവൈലബിൾ അല്ല. അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടാവില്ല. പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്. സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ അറിയാത്തവർ പ്ലാൻസിൻ്റെ പേര് അയച്ചു തന്നാലും മതി. അപ്പോൾ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാനേ പാടുള്ളൂ, കോൾ ചെയ്യരുത് ദയവ് ചെയ്ത്. അപ്പോൾ ഏതൊക്കെ പ്ലാന്റാണ് ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് അറിയാൻ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് പ്ലാന്റ് നമ്മൾ മുൻപ് സെയിലിന് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്. പർപ്പിൾ മോർണിംഗ് ഗ്ലോറി എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത്. ഇത് കണ്ടോ, കാന്താരി പോലെ കുഞ്ഞു കുഞ്ഞു മുട്ടുകളായിട്ട് നിൽക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പൂക്കൾ. അപ്പോൾ ഇതൊരു കുറ്റിച്ചെടിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. പർപ്പിൾ മോർണിംഗ് ഗ്ലോറി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ പ്ലാന്റിന് 140 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് മെക്സിക്കൻ സ്വാഡാണ്. ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ്. വെള്ള പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് ആണിത്. ഒരുപാട് പ്ലാന്റ്സ് ഒന്നും ഇല്ല നമുക്കിത് സെയിലിന്, വളരെ കുറച്ച് പ്ലാന്റ് മാത്രമേ ഉള്ളൂ. 50 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തത് സെയിലിനുള്ളത് റെങ്കോൺ ക്രീപ്പറിൻ്റെ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഇതിൻ്റെ തന്നെ നാടൻ ടൈപ്പ് നമുക്ക് സെയിലിനുണ്ട്. അത് കുറച്ച് വലുതാവുന്ന ടൈപ്പാണ്. അതുപോലെ പൂക്കളും കുറവായിരിക്കും. പക്ഷേ ഈ ഹൈബ്രിഡ് വെറൈറ്റി നമുക്ക് ചട്ടിയിൽ ഒതുക്കി വളർത്താനും പറ്റും. അതുപോലെ ചെടി നിറയെ ഇതുപോലെ നിറയെ പൂക്കളുമായിട്ട് നിൽക്കുകയും ചെയ്യും. റെങ്കോൺ ക്രീപ്പറിൻ്റെ പൂക്കളുടെ പ്രത്യേകത ഒരു 2-3 കളറിലാണ് ഇതിൻ്റെ പൂക്കൾ കാണുന്നത്. ഒരു വൈറ്റ്, അതുപോലെ ഒരു പിങ്ക് കളറ്, പിന്നെ ഒരു കുറച്ച് ഡാർക്കായിട്ടുള്ള ഒരു റെഡ് കളർ പോലെ തോന്നിക്കുന്ന ഒരു കളറ്. ഈ 3 കളറിലും പൂക്കളിങ്ങനെ ഒരുപോലെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ യെസ്റ്റർഡേ ടുഡേ ടുമോറോ ഒക്കെ പോലെ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. അപ്പോൾ ഈ പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് പിങ്ക് ലേഡിയാണ്. നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് പിങ്ക് ലേഡി. കുറേ കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊരു നല്ല ഒരു വയലറ്റ് കളറിലേക്ക് ആ ലീഫെല്ലാം മാറുന്ന ഒരു പ്ലാന്റ് ആണ് പിങ്ക് ലേഡി. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. നമ്മളിത് പോട്ടോട് കൂടിയായിരിക്കും അയക്കുക. ഇത് പറിച്ചയച്ചു കഴിഞ്ഞാലൊന്നും കണ്ട കയ്യിൽ സേഫായിട്ട് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മളിത് പോട്ടിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും അയക്കുക. ഇത് ഒതുക്കി ഇതിനകത്തേക്ക് വെച്ചിട്ടാണ് നമ്മൾ അയക്കുന്നത്. അപ്പോൾ ഇതിന് 45 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് അസീലിയ പ്ലാന്റ് ആണ്. അസീലിയ പ്ലാന്റ് നമ്മൾ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. നമുക്ക് പൂക്കളുടെ കളർ അറിയില്ല. പൂക്കളായി തുടങ്ങിയ പ്ലാന്റ്സ് അല്ല. ചില പ്ലാന്റ്സിലൊക്കെ മുട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ചില പ്ലാന്റ്സിലൊക്കെ മുട്ടായിട്ടുണ്ട്. അപ്പോൾ ഏത് കളറാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ളവർ മാത്രം വാങ്ങുക. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. 90 രൂപയാണ് അസീലിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് സെയിലിനുള്ളതായി കാണുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഇതുപോലെ പുതിയ ലീഫൊക്കെ വരുമ്പോൾ നല്ലൊരു മെറൂൺ കളറിലായിരിക്കും ലീഫ് വരിക. അതുപോലെ പിന്നീട് ഗ്രീൻ കളറിലേക്ക് മാറും. ഇതിന് 30 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് ബൊഹീമിയ പ്ലാന്റ്. ബൊഹീമിയ പ്ലാന്റ് എല്ലാവർക്കും അറിയാം. നല്ല ഭംഗിയായിട്ട് ചെടി നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ്. നമ്മളിത് ആദ്യമായിട്ടാണ് സെയിലിന് കൊണ്ടുവരുന്നത്. നഴ്സറിയിലൊക്കെ ചോദിച്ചാൽ അത്യാവശ്യം നല്ല റേറ്റിൽ സെയിൽ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ബൊഹീമിയ പ്ലാന്റ്. അപ്പം ഇതാണ് നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ് സൈസ് വരിക. ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 180 രൂപയാണേ. അടുത്തതായിട്ട് സെയിലിനുള്ളത് ഈ കാണുന്ന വയലറ്റ് കളറിൽ പൂക്കൾ വിരിയുന്ന ഒരു നാടൻ പ്ലാന്റ് ആണ്. നമ്മുടെ മെക്സിക്കൻ പെറ്റൂണിയ എന്നൊക്കെ തന്നെയാണ് ഇതിൻ്റെ പേര് പറയുന്നത്. പക്ഷേ നമ്മൾ സാധാരണ കാണുന്ന മെക്സിക്കൻ പെറ്റൂണിയ അല്ല. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു പ്ലാന്റിന് 30 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് സെയിലിനുള്ളത് നിക്കോഡിയ പ്ലാന്റ് ആണ്. നിക്കോഡിയ പ്ലാന്റ് നമ്മൾ ഒരുപാട് പേർക്ക് ഇതിനോടകം തന്നെ അയച്ചു കൊടുത്തതാണ്. ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് നിക്കോഡിയ. ഈ ഒരു പൂക്കളുടെ നിറവും അതുപോലെ ലീഫിൻ്റെ ആ ഒരു കളറും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഇത് പലപ്പോഴും കിട്ടിക്കഴിയുമ്പോൾ ആളുകൾ ചോദിക്കുന്നത് ഇതെന്താ ഇതിൻ്റെ ലീഫ് ഇങ്ങനെ കരിഞ്ഞ പോലെ ഇരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ കളറ് വരിക. അതുപോലെ ലീഫ് എപ്പോഴും ഒരു ഒരു ചുരുണ്ട പോലെയൊക്കെയാണ് ഇരിക്കാറ്. അധികം വെള്ളമൊന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണ് നിക്കോഡിയ പ്ലാന്റ്. വെള്ളമില്ലാതെ കുറേ ദിവസങ്ങളൊക്കെ വേണമെങ്കിൽ നിൽക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പൂക്കൾ വരിക. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് അയക്കുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. അപ്പോൾ നിക്കോഡിയ പ്ലാന്റിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 90 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് റെയിൻ ലില്ലിയാണ്. റെയിൻ ലില്ലിയുടെ ഈ ഒരു കളർ പിങ്ക് കളറാണ് സെയിലിനുള്ളത്. ഇതിന് 15 രൂപയാണ് റേറ്റ് വരുന്നത്.
അടുത്തതായിട്ട് യുജീനിയ പ്ലാന്റ്സ് ആണ്. യുജീനിയ പ്ലാന്റ്സ് നമുക്ക് ബോർഡറിലൊക്കെ ഭംഗിയായിട്ട് നിരനിരയായിട്ട് വെച്ച് കൊടുക്കാൻ പറ്റും. അതുപോലെ ഇത് കട്ട് ചെയ്ത് പുതിയ ലീഫൊക്കെ വരുമ്പോൾ ഇതുപോലെ നല്ല റെഡ് കളറിൽ ഒരേപോലെ ഭംഗിയായിട്ട് നമുക്ക് നിർത്താൻ പറ്റും. യുജീനിയ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ ഇതും ഒരു യുജീനിയ വെറൈറ്റിയാണ്. ഈ ബോക്സ് യുജീനിയ എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത്. ചില സമയത്ത് ഇതിൻ്റെ ആ പുതിയ ലീഫ് ഒരു ചോക്ലേറ്റ് കളറും ചില സമയത്ത് ഈ ഒരു കളറും ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടാറുണ്ട്. യുജീനിയ പ്ലാന്റ്സിന് രണ്ടിനും 70 രൂപ വീതമാണ് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് പോയിൻസെറ്റിയ പ്ലാന്റ് ആണ്. പോയിൻസെറ്റിയയുടെ ഈ ഒരു കളറ് ലീഫിൽ വരുന്ന പ്ലാന്റ് മാത്രമേ നമുക്ക് സ്റ്റോക്ക് ഉള്ളൂ. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. കളറായി തുടങ്ങിയിട്ടേ ഉള്ളൂ പ്ലാന്റ്സിലൊക്കെ ലീഫിൽ. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ഈ ഒരു സൈസ് പ്ലാന്റിന് 70 രൂപയാണ് റേറ്റ് വരുന്നത്. വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ നമുക്ക് സ്റ്റോക്ക് ഉള്ളൂ. ആവശ്യമുള്ളവർ വേഗം തന്നെ മെസ്സേജ് ചെയ്യുക. അടുത്തത് ശ്രീലങ്കൻ ജാസ്മിൻ ആണ്. ശ്രീലങ്കൻ ജാസ്മിനൊക്കെ ചൂട് പിടിച്ച് കിട്ടിയാലും നമുക്ക് എപ്പോഴും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ്. പ്രത്യേകിച്ച് സീസണോ കാര്യങ്ങളോ ഒന്നും വേണ്ട, എപ്പോഴും നമുക്ക് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ശ്രീലങ്കൻ. അതുപോലെ ഒരുപാട് കെയറിൻ്റെ ആവശ്യമില്ല ഈ ഒരു പ്ലാന്റിന്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. 60 രൂപയാണ് ശ്രീലങ്കൻ ജാസ്മിൻ്റെ റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് വേരിഗേറ്റഡ് പനിക്കൂർക്കയാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. അപ്പോൾ ഈ പ്ലാന്റിന് 20 രൂപയാണ് റേറ്റ്. അടുത്തത് സെയിലിനുള്ളത് ക്രീപ്പിംഗ് റോസിൻ്റെ വൈറ്റ് ആണ്. നല്ല ഭംഗിയായിട്ട് കൊലകൊലയായിട്ട് പൂക്കളുണ്ടാവുന്ന ഒരു റോസാണ് ക്രീപ്പിംഗ് റോസ് വൈറ്റ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ചില പ്ലാന്റ്സിലൊക്കെ പൂക്കളുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പൂക്കളും മുട്ടുകളും ഒക്കെ ആയി തുടങ്ങിയ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് 7 ഡേയ്സ് റോസ് ആണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. നല്ല വലിയ പൂക്കളാണ് 7 ഡേയ്സിൻ്റെ പൂക്കളുടെ പ്രത്യേകത. നല്ല വലുപ്പമാണ്. അതുപോലെ ഈ ഒരു കളറായിരിക്കും പൂക്കൾ ആദ്യം വിരിയുന്ന സമയത്ത്. പിന്നീട് അത് കുറച്ചുകൂടി ഒരു ക്രീം കളറിലേക്ക് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ പ്ലാന്റിന് 90 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് സെയിലിനുള്ളതായി കാണുന്ന ഒരു പ്ലാന്റ് ആണ്. നമുക്കിത് ബോർഡറിലോ അതുപോലെ വെർട്ടിക്കൽ ഗാർഡനിലും ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതുപോലെ 2 ഷെയ്ഡിലായിരിക്കും ലീഫ് വരിക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയക്കുന്നത്. ഈ ഒരു പ്ലാന്റിന് 20 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് ആമസോൺ ബ്ലൂ ആണ്. നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ്. നല്ല നീല പൂക്കളായിട്ട് ചെടിയിൽ നിറയെ ഇങ്ങനെ പൂക്കളുണ്ടായി നിൽക്കും. കുഞ്ഞു കുഞ്ഞു പൂക്കളാണ്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് ബ്ലൂ ഡേയ്സ് ആണ്. നല്ല നീല നിറത്തിൽ കുഞ്ഞു പൂക്കളായിട്ട് വിരിയുന്ന പ്ലാന്റ് ആണ്. നമുക്കിത് ഹാങ്ങിങ്ങിലും ഒക്കെ ഇടാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ബ്ലൂ ഡേയ്സ്. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു സൈസ് പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് സെയിലിനുള്ളത് ബ്ലാക്ക് വെൽവെറ്റ് അലോക്കേഷ്യ പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. 60 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ്. അടുത്തത് ഫിലോഡെൻഡ്രോൺ ബേൾമാക്സ് ആണ്. നമുക്ക് ഇൻഡോറിലൊക്കെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ബേൾമാക്സ്. ഇത് ഇപ്പം നമുക്ക് ഇരിക്കുന്നത് കുറച്ച് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്തായതുകൊണ്ടാണ് ലീഫിന് ഒരു പൊള്ളൽ പോലെ ഫീൽ ചെയ്യുന്നത്. നല്ല ഭംഗിയാണ്. നല്ലൊരു പ്ലാസ്റ്റിക് പോലെയാണ് ഇതിൻ്റെ ലീഫ് വരിക. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ഈ ഒരു പ്ലാന്റിന് 20 രൂപയാണ് റേറ്റ്. അടുത്ത പ്ലാന്റ് ഫിലോഡെൻഡ്രോൺ ലെമൺ ആണ്. നല്ല ഒരു യെല്ലോ കളറിലാണ് ഇതിൻ്റെ ലീഫ് വരിക. പുതിയ ലീഫൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഒരു ഹാർട്ട് ഷേപ്പിലും അതുപോലെ ആ ഒരു കളറും ഒക്കെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതാണ് സെയിലിനുള്ള പ്ലാന്റ്. 20 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് ഫിലോഡെൻഡ്രോൺ ബ്രസീലാണ്. ഗ്രീൻ കളറിൽ ഇതുപോലെ നടുക്കൂടെ ഒരു യെല്ലോ കളർ ലൈൻസ് ഒക്കെ കയറി വരും. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു പ്ലാന്റിന് 25 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ഫിലോഡെൻഡ്രോൺ ഓക്സിക്കാർഡിയം ഗ്രീൻ ആണ്. ഇതുപോലെ ഒരു ഗ്രീൻ കളറിലാണ് ലീഫ് വരിക. ഇതിന് 20 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് സെയിലിനായിട്ട് പിച്ചിയുടെ പ്ലാന്റ്സ് ആണ്. വള്ളിപ്പിച്ചിയാണിത്. പിച്ചി തന്നെ 2-3 ടൈപ്പ് പിച്ചികളുണ്ട്. ഇതാണ് വള്ളി കയറി പോകുന്ന ടൈപ്പ് ഒരു പ്ലാന്റ് ആണിത്. നല്ല സുഗന്ധമുള്ള പൂക്കളാണ്. പിച്ചി പൂക്കൾക്കെല്ലാം നല്ല സുഗന്ധമുള്ളതാണല്ലോ. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് സിൽവർ സ്ട്രൈക്ക് ആണ്.
ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. മോൺസ്ട്ര ഫാമിലിയിലൊക്കെ പെടുന്ന ഒരു പ്ലാന്റ് ആണിത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് ഫിലോഡെൻഡ്രോൺ ബിർക്കിൻ ആണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഒരുപാട് വലിയ പ്ലാന്റ് അല്ല. അപ്പോൾ ഈ പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് സെയിലിനുള്ളത് സ്റ്റാർ ജാസ്മിൻ ആണ്. ഇതാണ് ഇതിൻ്റെ പൂക്കൾ വരിക. ഒരുപാട് കെയറിൻ്റെയോ അതുപോലെ വളത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല ഈ ഒരു പ്ലാന്റിന്. നമുക്ക് മിക്കവാറും എല്ലാ സമയത്തും പൂക്കൾ തരും. അപ്പോൾ ഈ പ്ലാന്റിന് 100 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് നീഡിൽ ഗ്രാസ് ആണ്. ഇതിൽ കുഞ്ഞു കുഞ്ഞു വെള്ള പൂക്കളും ഉണ്ടാവും. നമുക്കിത് വെർട്ടിക്കൽ ഗാർഡനിലോ അതുപോലെ ഹാങ്ങിങ്ങിലോ ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഒരുപാട് കെയറിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണിത്. അപ്പോൾ ഈ പ്ലാന്റിന് 15 രൂപയാണ് റേറ്റ് വരുന്നത്. ലാസ്റ്റ് പ്ലാന്റ് പോത്തോസ് വെറൈറ്റിയാണ്. നിയോൺ പോത്തോസ് ആണിത്. ജിഫി റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിനും 15 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പ്ലാന്റ്സ് ഒക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ തുടർന്നും വീഡിയോസൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവർ മറക്കാതെ തന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇതുപോലെ നല്ല മറ്റൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.